ഹായ് ഹലോ ഏഞ്ചലാണേ. അപ്പോൾ ഇന്നത്തേതൊരു ലോങ് വീഡിയോ ആണ്. ഇച്ചായൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസം ഡേ ആണെന്ന്, ജോവാൻ ബേബിയുടെ. അപ്പം അതിൻ്റെ പള്ളിയിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ചേർത്തൊരു വ്ളോഗാക്കി ഞാൻ കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാപ്റ്റിസം ഡേ ആയിട്ട് ഞാനും തത്വവും കൂടെ എവിടെ പോവാണെന്നാണോ ആലോചിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ രേഷ്മയുടെ അടുത്ത് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. ഇതാണ് രേഷ്മ. എന്ത് ഫങ്ഷൻസ് ഇതുപോലെ വന്നാലും ഞാൻ രേഷ്മയുടെ അടുത്ത് വന്നാട്ടോ ഇപ്പോൾ ചെയ്യാറ് ഹെയർ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ചെയ്തുള്ളൂ, തത്വ ചെയ്തില്ല. തത്വന് അന്നേരത്തന്നെ മടി കയറി. അപ്പോൾ എന്നോട് വേണ്ട മമ്മി ചെയ്തോ, എനിക്ക് മമ്മി ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആളിച്ചിരി ബഹളമായി. അങ്ങനെ പിന്നെ ചെയ്തില്ല. പക്ഷേ രേഷ്മയുടെ അടുത്ത് അവൾ ചെയ്യാറുള്ള കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ട് ചെയ്താൽ കേട്ടോ, ഹെയർ മാത്രമേ ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ വീട്ടിൽ വന്ന് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് മാറി തന്നു. തത്തക്കുട്ടിയാണെങ്കിൽ എവിടെ പോയാലും ആസ് യൂഷ്വൽ എന്ത് ഫങ്ഷനായാലും അവൾക്ക് എടുക്കുന്ന ഡ്രസ്സ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, ആ ഡ്രസ്സ് ഞാൻ ഇടത്തില്ല മമ്മി എന്നും പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയുക, വഴക്കിട്ടും പിന്നെ സമാധാനിപ്പിച്ചൊക്കെയാണ് പിന്നെ ഞാൻ ആ ഡ്രസ്സ് മേത്ത് കയറ്റിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക വൈറ്റ് തീമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഏകദേശം എന്താ പറയുക റെഡിയായി കാര്യങ്ങളൊക്കെ തീരാറായി. ഇതാണ് അച്ചുമ്മ. ഇത് ഇച്ചായൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മോളാട്ടോ. അവൾ നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ അവൾ ഫങ്ഷൻ ആയതുകൊണ്ട് അവളങ്ങനെ വന്നതായിരുന്നു. അവൾക്ക് വെക്കേഷനുമായിരുന്നു. അങ്ങനെ അവൾ 2 ദിവസത്തേക്ക് വന്നതാട്ടോ. അങ്ങനത്തെ അവൾ വന്ന് തത്വൻ്റെ മെയിൻ ആളാട്ടോ അത്. അങ്ങനെ തത്വത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെ അവൾ ഓരോന്ന് ചെയ്യുന്ന തത്തയും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ അവളും കൂടെ ചേർത്ത് കുറേ പറഞ്ഞിട്ടാണ്ടോ ഒന്ന് ഡ്രസ്സ് ഇട്ടത്. കാരണം ആൾക്ക് ഭയങ്കര പുന്നാരം, ഭയങ്കര മടി. മമ്മി വേണ്ട, മമ്മി നോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഏത് പരിപാടിക്ക് പോയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ജീൻസും ടോപ്പാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വലിച്ചു കയറ്റിക്കോളും. ബാക്കി ഉടുപ്പിടണ കാര്യങ്ങൾക്ക് തത്വന് ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടി. പിന്നെ അതേ പറഞ്ഞ് അവസാനം ഇട്ട് കേട്ടോ. അത് തന്നെ വലിയൊരാശ്വാസം. അങ്ങനത്തെ ഫൈനലി എൻ്റെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതേ പുറത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാക്കി എല്ലാവരും റെഡിയായിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ, എന്ത് നല്ല കാര്യം നടന്നാലും ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി, വെൺമാലാഖ നിന്നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുങ്ങിപ്പൂവായി, മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോണിൻ നാഥനു പാതയായി മാറുന്നോളേ, വെൺമാലാഖ നിന്നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണി. വളരെ മധുരമുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അതിനെ കുറച്ചുകൂടെ മധുരമുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്ക് കട്ടിങ് സെറമണിയിലോട്ട് നടക്കാം. അന്നേരത്തേനും പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിയും അച്ചാച്ചനില്ലായിരുന്നു, അച്ചാച്ചന് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അനീഷേട്ടനും ചേച്ചിയും മേജൻ ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ നിന്നെടുത്തു. ഇതെല്ലാം കസിൻസ് തന്നെ കേട്ടോ. ഇതും കസിൻ
അനിയത്തി, പിന്നെ ദേ ചേച്ചിമാർ, അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ദേ അങ്ങനെ പിന്നെ ദേ എല്ലാവരുമായിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞു. മെയിൻ ചേട്ടനെ കണ്ടതിന് സന്തോഷമായിരുന്നു എല്ലാവർക്കും. പിന്നെ ദേ എല്ലാവരുമായിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് അരുൺ. തത്തുവിൻ്റെ ബർത്ത്ഡേയുടെ എല്ലാ ഫോട്ടോസും ഞാൻ അരുണിനെ കൊണ്ടാണ് എപ്പോഴും ചെയ്യിക്കാറ്. അപ്പോൾ അവൻ തന്നെയായിരുന്നു ബാപ്റ്റിസം കവർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു. Mother phone, wife, 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 with a mother phone, wife.